പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു കൈത്താങ് എന്ന് പറഞ്ഞ ടാസ്ക്. അതിൽ ജിൻഡോ അതിമനോഹരമായിട്ട് കളിച്ച് ജയിച്ചു. എന്നാൽ ഇതിന്റെ ഇടയിൽ ഈ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ജിൻഡോ ഇങ്ങനെ കൈ എടുത്ത് പിടിക്കുന്ന സമയത്ത് ജിൻഡോ കൈ ചെറുതായിട്ടൊന്ന് മടങ്ങുകയോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നോറ വന്നിട്ട് ജിൻഡോ ചേട്ടാ കൈ നോത്തൂടി, ജിൻഡോ ചേട്ടാ കൈ നോത്തൂടി, ജിൻഡോ ചേട്ടാ കൈ നോത്തൂടി എന്ന് തന്നെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തിട്ട് പറയുന്ന പോലെ തന്നെയായിരുന്നു പുള്ളി നമ്മൾ കണ്ടത്. എന്നാൽ ഇതിന്റെ മുമ്പ് കളിച്ച മത്സരാർത്ഥികളൊക്കെ കൈ വളയ്ക്കുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നേരം ഒന്നും സംസാരിക്കാത്ത ഈ നന്ദന ജിൻഡോ ചെയ്ത സമയത്ത് ജിൻഡോ ഒന്ന് അങ്ങോട്ടൊന്ന് മാറുക, ഇങ്ങോട്ടൊന്ന് കൈ ഒന്ന് നോക്കുവോ, കൈ വിരൽ നോക്കുവോ, ഈ വിരലൊന്ന് മടക്കുവോ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ജിൻഡോ ചേട്ടാ നേരെ നിൽക്കും, ജിൻഡോ ചേട്ടാ മടക്കുന്ന എന്തിനാ, ജിൻഡോ ചേട്ടാ എന്തോ കാണിക്കുവോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിൻഡോ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ കളിക്കുന്നേ? മറ്റുള്ള മത്സരാർത്ഥികൾ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ജിൻഡോ ചോദിച്ചു. കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം മറ്റു മത്സരാർത്ഥികളെല്ലാം ജിൻഡോയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ജിൻഡോ അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴത്തേന് അവർക്ക് വയ്യ, അവർക്ക് എല്ലാവർക്കും വിഷയമാണ്. കാരണം ജിൻഡോ അങ്ങനെ കൈ പിടിച്ച ഉടനെ കൈ മുഖത്തോടി, കൈ മടങ്ങുന്നു, ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാർഗറ്റിംഗ് പോലെ. എന്നാൽ അവിടെ ഋഷി വളരെ കൃത്യമായിട്ട് ഋഷി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കൈ മടക്കിയിട്ടുണ്ട്, നിങ്ങൾ നോക്കാൻ വേണ്ട, ഓക്കെ, നിങ്ങൾ എന്തിനാ മനുഷ്യരെ അങ്ങനെ പറഞ്ഞിട്ട് ഇത് കളഞ്ഞിട്ട് വരുന്ന രീതിയിൽ, അതായത് മനുഷ്യരെ അവിടെ മത്സരം ഉപേക്ഷിച്ചിട്ട് വരുന്ന രീതിയിലുള്ള വർത്തമാനം നിങ്ങൾ എന്തിനാ പറയണേ എന്ന് ഋഷി ചോദിച്ചു. അഥവാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഋഷി. കറക്റ്റ് ആയിട്ട് ഋഷി അവിടെ മറുപടി കൊടുത്തു. ഋഷി മാത്രമേ അത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും ജിൻഡോയ്ക്കെതിരെ നിന്ന് പറയുകയായിരുന്നു, കളഞ്ഞിട്ട് വരുന്നത്. അതായത് ജിൻഡോ അവിടെ മത്സരം ഉപേക്ഷിച്ചിട്ട് വരണം എന്ന രീതിയിൽ നന്ദനയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നന്ദന എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾ അവരെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണമെന്ന് സിജോയോടും അതോടൊപ്പം തന്നെ സായിയോടും ജിൻഡോ പറയുന്ന കാരണം ഇവര് കൂട്ടുകാരാണല്ലോ, അന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഇതാണ്, ഞങ്ങൾ പറഞ്ഞാലും ആ കൊച്ചി കേൾക്കത്തൊന്നുമില്ല, ഞങ്ങൾ അവിടെ കൊച്ചിന്റെ അടുത്ത് കൂടുതലായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ടാസ്ക് ഒക്കെ അവിടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നന്ദനയുടെ ഇഷ്ടത്തിന് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല, ഇവര് പിരികെറ്റി തന്നെ വിടുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവര് പറയുന്നത് ഇപ്പൊ ജിൻഡോട് പറയുന്നത് വേറൊരു രീതിയിലാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ നന്ദന കാണിച്ചത് ശരിയോ തെറ്റോ എന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ജിൻഡോ ആ ചെയ്യുന്നതിനെ അഭിനന്ദിക്കുന്നത് വിട്ട് ആ ജിൻഡോയെ തകർക്കാൻ നോക്കിയ ആ മത്സരാർത്ഥികളെയൊക്കെ നിങ്ങൾ എന്തിങ്ങനെ കാണുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.